ഹലോ നമസ്കാരം. വീണ്ടും ഒരു സിനിമാ റിവ്യൂവുമായി ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ്. ഒരു ഫാമിലി മൂവി. ആദ്യം തൊട്ട് അവസാനം വരെ ഫാമിലിക്ക് ചിരിക്കുവാനും ആസ്വദിക്കുവാനും പറ്റുന്ന ഒരു സിനിമ. അതെ, വിപിൻ ദാസാണ് ഡയറക്ടർ. അതായത് നമ്മുടെ ജയ ജയ്ഹയുടെ ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടിരുന്ന പോലെ തന്നെ ഒരു ഫാമിലി മൂവി. അത് ജെ ജെ ജെയിൽ ഒരു ഒരു പ്രത്യേക മെസ്സേജൊക്കെ, ഒരു സോഷ്യൽ മെസ്സേജൊക്കെ കൺവേ ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണമൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നിങ്ങൾക്ക് അത്തരം ഒരു സോഷ്യൽ മെസ്സേജൊന്നുമില്ല. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കുവാനുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു സിനിമയാണിത്. അതെ, ഇതിനു മുന്നേ പൃഥ്വിരാജിന്റെ കോമ്പോസ് ഹിറ്റായ കോമ്പോകളുണ്ട്. പൃഥ്വിരാജ് ബിജു മേനോൻ കോമ്പോ, പൃഥ്വിരാജ് സുരാജ് വെഞ്ഞാറമൂട് കോമ്പോ. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പോയാണ് പൃഥ്വിരാജ് ബേസിൽ കോമ്പോ. അങ്ങനെ വരുന്ന സിനിമയിൽ ഇടയ്ക്ക് കുറേ അവരുമായിട്ട് രണ്ടളിയന്മാരല്ലേ, സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആരാണ് എടുത്തിരിക്കുന്നത്? ദീപു പ്രദീപ്. പുള്ളി ഇതിനു മുമ്പ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ഇത്. വെബ് സീരീസ് ഉണ്ട്. വെബ് സീരീസായ ഏതാണ്? നമ്മുടെ പേരല്ലൂർ പ്രീമിയർ ലീഗ്. അതിലും ആരാണ് അഭിനയിച്ചത്? നടിയാരാണ്? സണ്ണി വെയിനും ചേർന്നിട്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത ഒരു വെബ് സീരീസ് ആയിരുന്നു. നല്ലൊരു കോമഡി വെബ് സീരീസ് ആയിരുന്നു ഈ പേരല്ലൂർ പ്രീമിയർ ലീഗ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതേ ദീപു പ്രദീപ് ആയിരുന്നു. പിന്നെ ദീപു പ്രദീപിന്റെ മറ്റൊരു എടുത്ത് പറയത്തക്ക ചിത്രമാണ് പത്മിനി. ആരാണ്? നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച പത്മിനി എന്ന ചിത്രത്തിനും സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് ദീപു പ്രദീപാണ്. പിന്നെ ഒരു ചിത്രം കൂടെ ഉണ്ട്. ഏതാണ്? കുഞ്ഞിരാമായണം. പിന്നെ പ്രധാനപ്പെട്ട ദീപു പ്രദീപിന്റെ പ്രധാനപ്പെട്ട ചിത്രം കുഞ്ഞിരാമായണമാണ്. കുഞ്ഞിരാമായണം ഇതേ കോംബോയാണ്. അതായത് ബേസിൽ ജോസഫാണ് അത് ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് ദീപു പ്രദീപാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ആ ഒരു ജോണർ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതൊരു എപ്പോഴും നമുക്കൊരു ആസ്വദിച്ചിരുന്ന് എന്റർടൈൻ ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക. അതായത് അതിനകത്ത് ബോറടിയില്ലാതെ, ലാഗില്ല. ഈ ചിത്രത്തിലും ലാഗില്ല. ആദ്യം തൊട്ട് അവസാനം വരെയും നമ്മൾ ഓരോ സീക്വൻസും ആസ്വദിക്കും. എടുത്ത് പറയണമെങ്കിൽ പഴയ പ്രിയദർശൻ 80കളിലെ പ്രിയദർശനും അല്ലെങ്കിൽ നമ്മുടെ സിദ്ദീഖ് ലാൽ കോംബോ ഉണ്ടല്ലോ, ആ ഒരു ചിരിയിലൂടെ ആദ്യം തൊട്ട് അവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമകളുണ്ടല്ലോ. നമ്മൾ പഴയ ഏതാണ്? ഗോഡ് ഫാദർ അല്ലേ? ഗോഡ് ഫാദറും ഇതുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അതെ അതെ, സിനിമ തുടങ്ങി അവസാനിക്കുമ്പോൾ നമുക്ക് ഗോഡ് ഫാദർ സിനിമയിലേക്ക് ഉള്ളത് തന്നെയാണ് ഏറ്റവും അവസാനം പറയാം. ക്ലൈമാക്സിന്റെ കേസ് ആദ്യം പറയാം. പടത്തിന്റെ തുടക്കം തൊട്ടുള്ള പോസിറ്റീവ് സൈഡ്സ് എല്ലാം പറഞ്ഞു പോവാം. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കോമഡിയാണ്. ഒരു ഫാമിലി മൂവി. നമ്മളിപ്പോ ഹോം ഫാമിലി അതുപോലെയൊക്കെ അതിലൊന്നും നമുക്ക് ലാഗില്ലായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ ആസ്വദിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഇതും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പിന്നെ ഇതിൽ പറയേണ്ടത് പൃഥ്വിരാജിന് കോമഡി പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? പൃഥ്വിരാജിനെ കൊണ്ട് പറ്റുമോ എന്ന് ഡൗട്ടുള്ള ഒരു മേഖലയാണ് ഈ കോമഡി. ഇതിനു മുമ്പ് പലപ്പോഴും പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പല സിനിമകളിലും നമ്മൾ വെറുത്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ കോമഡി. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതില് പൃഥ്വിരാജ് നന്നായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ബ്ലെൻഡ് ആകുന്നുണ്ട്. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് ആനന്ദ് എന്നുള്ളതാണ്. ആനന്ദേട്ടൻ. പൃഥ്വിരാജ് ആനന്ദും ബേസിൽ ജോസഫ് വിനു. അവരിത് അളിയന്മാരാവാൻ പോകുന്നതാണ്. അതായത് പൃഥ്വിരാജിന്റെ സഹോദരിയെ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് ബേസിൽ ജോസഫ്. അങ്ങനെയുള്ള ആ റിലേഷനും അതിൻ്റെ ഇടയിലുണ്ടാകുന്ന കൺഫ്യൂഷനും ഒക്കെയാണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. ആ തുടക്കത്തിലൊക്കെ നല്ലൊരു ഫസ്റ്റ് ഹാഫൊക്കെ നല്ല എന്റർടൈൻമെന്റ് കേട്ടോ. നമ്മൾ അവർ തമ്മിലുള്ള ആ കോംബോ നമ്മൾ നന്നായിട്ട് ആസ്വദിക്കും. കൗണ്ടറുകളും അതുപോലെ ഓരോരോ സീക്വൻസും ഒക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ബേസിൽ അല്ലേ? ബേസിലിന് നമ്മൾ ഒരുപാട് ബേസിലിന്റെ എപ്പോഴും ബേസിലിന്റെ സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് പഴയ ശ്രീനിവാസൻ ഉണ്ടല്ലോ. നമുക്ക് ശ്രീനിവാസൻ പണ്ട് കുറേ കാലം, അതായത് ഒരു 90 കാലഘട്ടത്തിലൊക്കെ ശ്രീനിവാസൻ നമ്മൾ എങ്ങനെയാണോ എൻജോയ് ചെയ്തത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യിപ്പിച്ചത്, ഒട്ടും ബോറടിപ്പിക്കാതെ നമ്മളെ ആസ്വദിപ്പിച്ചത്, അതുപോലെയാണ് ഇപ്പോൾ ബേസിൽ അല്ലെ? ബേസിലൊരു ഗ്യാരണ്ടിയാണ്. അത് ആ ബേസിലുണ്ടെങ്കിൽ, ബേസിലുള്ള അത്രയും സീക്വൻസ് നമുക്ക് ഒരിക്കലും ബോറാവില്ല. അതൊരു ഗ്യാരണ്ടിയാണ്. അതിപ്പോൾ മാറിയിട്ടുണ്ട്. അതിപ്പോൾ ബേസിൽ അത് അതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ചിത്രത്തിലും അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് ബേസിലിന്റെ ആ ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കിടിലമായിരുന്നു. അതുപോലെ തന്നെ ഈ കോംബോയിലെ ഇടയ്ക്ക് വരുന്ന കുറേ ക്യാരക്ടേഴ്സാണ്. ബാക്കി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നിഖില വിമലും അൻശ്വര രാജനുമാണ് ഇതിലെ ഹീറോയിൻസ് ആയിട്ട് വരുന്നത്.
അവരും നന്നായി. ഇതിന് മുന്നേ ഇറങ്ങിയപ്പോൾ 2-3 സിനിമകളും നായിക പ്രാധാന്യം വളരെ അധികമൊന്നും കണ്ടിട്ടില്ല. മിക്ക സിനിമ ആടുജീവിതമാണെങ്കിലും നമ്മുടെ സിനിമ ഇപ്പോൾ കണ്ട നടികർ, അതുപോലെ മലയാളി ഫ്രം ഇന്ത്യ, അങ്ങനെ 2-3 ഏത് സിനിമ എടുത്താലും മഞ്ഞുമൽ ബോയ്സ് അതൊക്കെ എടുത്താലും നായികമാര് വലുതായിട്ട് ഈ സിനിമയിലൊന്നും ഇല്ല. ഉള്ളതിനാണെങ്കിലും ചെറിയ ചെറിയ സീന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമയിൽ 2 നടിമാരും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഇൻഷോട്ട് നായികയ്ക്ക് ചുറ്റുമാണ് ഈ കഥ കറങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരർത്ഥത്തിൽ. നായികയ്ക്ക് ഒരു പ്രധാന റോളുണ്ട് ഈ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. നായികയ്ക്ക് നല്ല റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അഭിന പറഞ്ഞതുപോലെ തൊട്ട് മുന്നത്തെ ചിത്രങ്ങളിലൊന്നും നായികയ്ക്ക് പ്രാധാന്യമില്ല. ഇതിലെത്തി ഹീറോയിന് അല്പം പ്രാധാന്യമുള്ള ഒരു ചിത്രമാണിത്. പിന്നെ ഇതിൽ പറയേണ്ടത് ബാക്കിയുള്ള കഥാപാത്രം ഒരുപാട് പേര്. ഈ സിനിമയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി കാസ്റ്റുകളാണ്. അതായത് പൃഥ്വിരാജിനെയും ബേസിലിനെയും സപ്പോർട്ട് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അവരുടെ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ടത് പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് എടുത്ത കുഞ്ഞികൃഷ്ണൻ, പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് വരുന്നത് ജഗദീഷാണ്, രേഖ ആണ് അവരുടെ പാരന്റ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ ബേസിലിന്റെ പാരന്റ്സ് ആയിട്ട് വരുന്നത് പി കുഞ്ഞികൃഷ്ണൻ, മറ്റേ നമ്മുടെ എന്നാത്താൻ കേസോടില്ല വരുന്ന ജഡ്ജി. ആ ഒരു ജഡ്ജിയെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ, നല്ല റോള് കൈകാര്യം ചെയ്തില്ല എന്നാത്താൻ കേസോടില്ല. ആ ജഡ്ജിയാണ് ഇതിനകത്ത് ബേസിലിന്റെ ഫാദർ ആയിട്ട് വരുന്നത്. അമ്മയായിട്ട് വരുന്നത് ജയയുടെ അമ്മയാണ് ഇതിലെ ബേസിലിന്റെ അമ്മയായിട്ട്. പിന്നെ ഇതിനകത്ത് ആ ഒരു സെർവന്റിന്റെ റോള് കൈകാര്യം, വേലക്കാരിയുടെ റോള് കൈകാര്യം ചെയ്യുന്നത് ജയിലില് ബേസിലിന്റെ അമ്മ ഇതില് ഒരു സെർവന്റിന്റെ റോളാണ്. അത് നല്ല കോമഡിയാണ് കേട്ടോ. അവരുടെ ആ സീക്വൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു കോമഡി ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട് ഇതിനകത്ത്. തമാശ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഷിജു സണ്ണിയാണ്. നമ്മുടെ രോമാഞ്ചത്തിലെ കോട്ടിട്ട കുളിക്കാത്ത വൃത്തിയില്ലാത്ത ഷിജു സണ്ണി ഇതിൽ നല്ല വൃത്തിയോടുകൂടി മെനയോടുകൂടി വന്നിട്ടുണ്ട് അല്ലെ. ബേസിലിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ഇതിൽ വരുന്നത്. അതുപോലെ ബേസിലിന്റെ അനിയനായിട്ട് വരുന്നത് സൈനാത്തായിട്ടൊക്കെ കോമഡി ചെയ്യുന്ന യൂട്യൂബിലെ സാഫ് ബോയ് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. അത് അടിപൊളിയായിരുന്നു അവരുടേത്. അതുപോലെ സൈക്കാട്രിസ്റ്റ് ആയിട്ട് വരുന്നത് രോമാഞ്ചത്തിലും ഇതിനു മുന്നേ നമ്മൾ 2 സിനിമയിലെ കണ്ടിട്ടുണ്ട്. പേര് വിട്ടുപോയി. എനിവേ പുള്ളി അതായത് രോമാഞ്ചത്തില് നമ്മുടെ പ്രേതത്തെ ആവാഹിക്കാൻ അറിയാന്നുള്ള ഒരാളുണ്ടല്ലോ. വെളിയിന്ന് വന്നിട്ട് ഇവരെ പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് അവസാനം ഇതിനകത്ത് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആള്. പുള്ളി ആ രോമാഞ്ചത്തിലുള്ള ആ ക്യാരക്ടർ പോലെ തന്നെ ഇതിനകത്തും നന്നായിട്ട് പുള്ളിയുടെ റോള് കോമഡി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുള്ളൊരു സീനാണ് കേട്ടോ. തത്തയും കാണാൻ പറ്റില്ല, എനിക്ക് മാത്രം. അപ്പൊ അത് ആ സീനൊക്കെ കൊള്ളാമായിരുന്നു. അതൊക്കെ നല്ല കോമഡി ആയിരുന്നു. പിന്നെ ഉള്ളത് എന്താ പറയാ, അതെ. ഈ പടം ആദ്യം തൊട്ട് അതായത് തുടക്കം തൊട്ട് ഇന്റർവെൽ വരെയും നമ്മൾ നന്നായിട്ട് ആസ്വദിക്കും. ഇന്റർവെല്ലിന് ശേഷവും നമ്മൾ അതിൽ പിടിച്ചു തന്നെ ഇരിക്കും, കോമഡിയൊക്കെ ആസ്വദിച്ച് തന്നെ ഇരിക്കും. പക്ഷെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് പഴയ പ്രിയദർശൻ ചിത്രങ്ങളുണ്ടല്ലോ, നമ്മള് ക്ലൈമാക്സ് പ്രിയദർശന്റെ പഴയ ചിത്രങ്ങളിലെ ക്ലൈമാക്സ് ഓർമ്മയുണ്ടല്ലോ, കൂട്ടയടിയായിരിക്കും അല്ലെ. പെണ്ണ് വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും അവിടെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും തമ്മിലുള്ള അടി. അതിനിടയിൽ ആ ഒരു മ്യൂസിക്കും അപ്പൊ ആ ലെവലിലുള്ള ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ നമ്മള് പ്രിയദർശന്റെയും 90കളിലെ ചിത്രങ്ങളിൽ. ഈ സിനിമയ്ക്ക് പല സിനിമകളുമായിട്ടുള്ള ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഗോഡ് ഫാദറിലെ ക്ലൈമാക്സും ഇതിലെ ക്ലൈമാക്സ് ഏകദേശം ഒരുപോലെ തോന്നി. ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗോഡ് ഫാദർ അല്ല കേട്ടോ. ഇത് നമ്മുടെ സിദ്ദീഖ് ലാലിന്റെ ഒക്കെ നമ്മുടെ എന്താ പറയാ മുകേഷും അഞ്ഞൂറാനും ഒക്കെ അഭിനയിച്ച തളിയാനെ പനീർ എന്നൊക്കെ ഓർമ്മയുള്ള ചിത്രം ഓർമ്മയില്ലേ, അതിനകത്തുള്ള ആ സിനിമയിലുള്ള ക്ലൈമാക്സ്. അതുപോലെ വേറൊരു നന്ദനം പൃഥ്വിരാജിന്റെ ആദ്യത്തെ പടമല്ലേ അത്, ആ ചിത്രത്തിലുള്ള പല സീനുകളും ഇതിനകത്ത് വീണ്ടും റീമേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗുരുവായൂർ അമ്പലനടയിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ. നിങ്ങൾക്കും പോയി കാണാം, പോസിറ്റീവാണ് ഞങ്ങൾ. അപ്പോൾ ഇൻ ഷോർട്ട് നല്ല സിനിമ പോയി കാണാം, നിങ്ങൾക്കും നഷ്ടമാവില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണാം, കൊടുത്ത കാശ് മുതലാവും, ഓൺ ടൈം വാച്ചബിളാണ്. ഞങ്ങളുടെ സ്കോർ 10 ഔട്ട് ഓഫ്, എൻ്റെ സ്കോർ 6 ഞാനൊരു 8. ഓക്കെ, അബീനയുടെ സ്കോർ 8 എൻ്റെ സ്കോർ 6 നിങ്ങൾ കാണുക, നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. കൺക്ലൂഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ ഒരിക്കലും ഒരു ഫിലിം എക്സ്പേർട്ടുകളല്ല. കണ്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ കാര്യങ്ങൾ മാത്രം ഇവിടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഇതിനോട് വിയോജിപ്പായിരിക്കും പല കാര്യങ്ങളിലും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ. ഇത് ഞങ്ങളുടെ അനുഭവം. താങ്ക്സ് ഫോർ വാച്ചിങ്.